നമസ്കാരം. US ഡോളറാണ് പൊതുവെ ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള കറൻസിയായി കണക്കാക്കപ്പെടുന്നത്. എന്നാൽ യാഥാർത്ഥ്യം ഇതല്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ വ്യാപാരം ചെയ്യപ്പെടുന്ന കറൻസികളിൽ ഒന്നാണ് ഡോളറെങ്കിലും ലോകത്തിലെ നമ്പർ 1 കറൻസി അല്ല. ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് ലോകമെമ്പാടുമുള്ള 180 കറൻസികൾ നിയമപരമായി ഉപയോഗിക്കാം. ഏറ്റവും ഉയർന്ന മൂല്യമുള്ള കറൻസിയും ഏറ്റവും കൂടുതൽ വ്യാപാരം ചെയ്യപ്പെടുന്ന കറൻസിയും രണ്ടാണ്. ഡോളർ, പൗണ്ട്, യൂറോ എന്നിവ ജനപ്രീതി നേടിയിട്ടുണ്ടെങ്കിലും അവയൊന്നും ലോകത്തിലെ ഏറ്റവും ഉയർന്ന മൂല്യമുള്ള കറൻസി അല്ല. എന്താണ് കറൻസിയുടെ മൂല്യം നിശ്ചയിക്കുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ ആഭ്യന്തര സാമ്പത്തിക വളർച്ച, രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക സ്ഥിരത, പണപ്പെരുപ്പ നിരക്ക്, വിദേശ വിനിമയ വിപണിയിലെ വിതരണ ഡിമാൻഡ് അനുപാതം, സെൻട്രൽ ബാങ്ക് നടപ്പിലാക്കിയ നയങ്ങൾ തുടങ്ങിയ നിരവധി ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് കറൻസിയുടെ മൂല്യം അളക്കുന്നത്. 2024 ലോകത്തിലെ ഏറ്റവും ഉയർന്ന മൂല്യമുള്ള 10 കറൻസികളുടെ പട്ടിക നോക്കുകയാണെങ്കിൽ ആദ്യം വരുന്നത് കുവൈറ്റ് ദിനാറാണ്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന മൂല്യമുള്ള കറൻസിയാണ് കുവൈറ്റിന്റെ ഔദ്യോഗിക കറൻസി. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക ശക്തിയെയും രാഷ്ട്രീയ സ്ഥിരതയും സൂചിപ്പിക്കുന്നതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ശേഖരം ഉള്ള രാജ്യമായാണ് കുവൈറ്റ് അറിയപ്പെടുന്നത്. അതിന്റെ വരുമാനത്തിന്റെ ഒരു പ്രധാന ഭാഗം എണ്ണ കയറ്റുമതിയിൽ നിന്നാണ്. ബഹ്റിൻ ദിനാർ ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള രണ്ടാമത്തെ കറൻസിയാണ് ബഹ്റിൻ ദിനാർ. വാതക എണ്ണ കയറ്റുമതിക്ക് പ്രശസ്തമാണ് പേർഷ്യൻ ഗൾഫിലെ ഒരു ദ്വീപ് രാഷ്ട്രമായ ബഹ്റൈൻ. മൂന്നാമത് വരുന്നത് ഒമാനിയാണ്. ഏറ്റവും മൂല്യമുള്ള മൂന്നാമത്തെ കറൻസി ഒമാനിന്റെ കറൻസിയാണ്. പ്രധാനമായും എണ്ണ അടിസ്ഥാനമാക്കിയുള്ള സമ്പദ് വ്യവസ്ഥയായ ഒമാനിന്റെ സ്ഥിരതയും ശക്തിയും ആഗോളതലത്തിൽ ഏറ്റവും മൂല്യവത്തായതും വിശ്വസനീയവുമായ കറൻസികളിൽ ഒന്നാക്കി റിയാലിനെ മാറ്റി. ജോർദാനിയൻ ദിനാർ മിഡിൽ ഈസ്റ്റേൺ രാജ്യമായ ജോർദാന്റെ കറൻസിയാണ് നാലാമത്തെ മൂല്യമുള്ള കറൻസി. 1950 മുതൽ ദിനാർ ജോർദാൻ അതിന്റെ കറൻസിയായി ഉപയോഗിക്കുന്നു. അഞ്ചാമത് വരുന്നത് ബ്രിട്ടീഷ് പൗണ്ട് ആണ്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന കറൻസികളിൽ ഒന്നായ പൗണ്ട് UK പ്രധാനമായും ഉപയോഗിക്കുന്നു. അന്താരാഷ്ട്ര വ്യാപാരത്തിനായി ഉപയോഗിക്കുന്ന പൗണ്ട് ലോകത്തിലെ 5ാമത്തെ മൂല്യമേറിയ കറൻസിയാണ്. UK, ജേഴ്സി, ഗുർണസി, ഐൽ ഓഫ് മാൻ, സൗത്ത് ജോർജിയ, സൗത്ത് സാൻഡ്വിച്ച് ദ്വീപുകൾ, ബ്രിട്ടീഷ് അന്റാർട്ടിക് ടെറിട്ടറി എന്നിവയുടെ ഔദ്യോഗിക കറൻസിയാണ് ബ്രിട്ടീഷ് പൗണ്ട്. ആറാമത് വരുന്നത് ജിബാർട്ടൺ പൗണ്ട് ആണ്. ബ്രിട്ടീഷ് പൗണ്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ജിബാർട്ടൺ പൗണ്ട് ജിബാർട്ടർ എന്ന പ്രധാന സാമ്പത്തിക കേന്ദ്രത്തിന്റെ കറൻസിയാണ്. 7ാം സ്ഥാനം കേമാൻ ഐലൻഡ് ഡോളറിനാണ്. കേമൻ ദ്വീപുകൾ ഈ ഡോളർ ഔദ്യോഗികമായി സ്വീകരിച്ചത് 1972 ലോകത്തിലെ 7ാമത്തെ മൂല്യമേറിയ കറൻസിയാണ് ഇത്. 8ാം സ്ഥാനം സ്വിസ് ഫ്രാങ്കിനാണ്. ഏറ്റവും മൂല്യമുള്ള 8ാമത്തെ കറൻസി സമ്പന്ന രാജ്യമായ സ്വിറ്റ്സർലൻഡിൻ്റെതാണ്. സാമ്പത്തികവും രാഷ്ട്രീയവുമായ സ്ഥിരതയ്ക്ക് രാജ്യം പേര് കേട്ടതുമാണ്. 9ാം സ്ഥാനം യൂറോയ്ക്കാണ്. US ഡോളറിന് ശേഷം ലോകമെമ്പാടും ഏറ്റവും കൂടുതൽ വ്യാപാരം നടക്കുന്ന 2ാമത്തെ കറൻസിയാണ് യൂറോ. 27 യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങളിൽ 19 ഇത് അവരുടെ നാണയമായി ഉപയോഗിക്കുന്നുണ്ട്. ഏറ്റവും മൂല്യമുള്ള 9ാമത്തെ കറൻസിയുമാണ് യൂറോ. ഇനി വരുന്നത് 10ാം സ്ഥാനമാണ്. 10ാം സ്ഥാനം US ഡോളറിന് തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന മൂല്യമുള്ള 10ാമത്തെ കറൻസി. അതേസമയം ഏറ്റവും കൂടുതൽ വ്യാപാരം ചെയ്യപ്പെടുന്ന കറൻസിയും US ഡോളർ തന്നെയാണ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.